അപ്പോൾ എനിക്കിനി സെൻസർ ഓണാക്കണം. അത് ഇതാണ് സെൻസർ. ഞാൻ ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇത് പിന്തുടർന്ന് പോയാൽ മതി. ഇതിനെ പിന്തുടർന്ന് പോകുന്നതിന് ബാക്കി കഥ. അപ്പോൾ നിങ്ങളെ ഒന്ന് പറഞ്ഞിട്ട് ഇത് കളിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് 5 മിനിറ്റ് കഥയിൽ നിന്ന് മാറി പോയിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഒരു സീനും ഇല്ല. അപ്പോൾ ലൈവ് ഓർത്ത കുണ്ണേരെ കുണ്ടച്ചിര മോനെ. എടാ ലാഗ് കുണ്ണ, നിൻ്റെ തന്ത ചാവും ലാഗ് കുണ്ണേ. കൊടാക്കി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സോൾജേഴ്സ് പോയ വഴി. നമ്മൾ ആ ഒരു സെൻസർ ഇത് ഓണാക്കിയാണ് നമുക്ക് കാണാൻ കഴിയണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ലൈവ് കാണുന്ന പുറമായിട്ട് ലൈക്ക് അടിച്ച് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ജിയാക്സ് ഇസ് ദാറ്റ് ബീക്കൺ വേർ ആർ യു ദേ സോ മെനി പീപ്പിൾ. ഓക്കെ, പിന്നെ ഒരു ബീക്കൺ, അവിടെ ഒരു ബീക്കൺ ഉണ്ട്. ആ ഒരു ബീക്കണിൽ എന്താ ഓഫ് ലൈൻ ആയി പോയിട്ടുണ്ട്. ആ ഒരു മിഡ് നൈറ്റ് റേഞ്ചർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ആ ഒരു സൈഡിന് ഒരു സോൾജർ അയാളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അങ്ങോട്ട് പോണ വഴിയിലുള്ള ഒരു ബീക്കണിൽ അതിൻ്റെ ആ ഒരു കണക്ഷൻ, ആ ഒരു സന്ദേശം അയക്കുന്ന ഒരു ബീക്കണിൽ ഒരെണ്ണത്തിന് അങ്ങോട്ട് പോണ വഴിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി അത് ഓഫ് ലൈൻ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് പോണ വഴി, നിങ്ങൾ പോണ വഴിയാണ്, ആ പയ്യന്വേഷിച്ച് പോണ വഴിയാണ്. അത് ഓണാക്കി വിട്ടാൽ പോകാൻ പറ്റുന്ന റിക്വസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ അവൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീക്കൺ എവിടെയാണെന്ന് തോന്നുന്നു. നോക്കാം ചേട്ടേ, നോക്കാം. ആ ഒരു നമ്മളങ്ങോട്ട് പോയപ്പോഴാണ് നമ്മളെപ്പോലും ആ ഒരു വെളിയിലോട്ട് കടത്തി വിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ വെളി നോക്കിയപ്പോഴാണ് ഒരുത്താൻ കൂളായിട്ടിരുന്ന് എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സോൾജിയർ അല്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോഴേ അങ്ങോട്ട് ചെന്നപ്പോൾ ചോദിച്ചാൽ പറഞ്ഞില്ല, അവൻ ചുമ്മാ അവിടെ വന്നിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ഒഴിവ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കള്ളമാണെന്ന് മനസ്സിലായി. എന്തായാലും നോക്കാൻ ബാക്കി. അതാണ് ആ ഡിറ്റക്ഷൻ ബീക്കൺ. അതാണ് ഓഫ് ലൈനായി പോയത്. എല്ലാവരും ഓടാനാണ് ഉണ്ണ പറഞ്ഞ്. ആ കുണ്ണനെ ഒന്ന് അടിച്ച് അവൻ്റെ വണ്ടി അവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ച് കയറ്റി കൊടുക്കാം. ഐ ക്യാൻ മൂവ്, ഐ ആം സോ ഹംഗ്രി എന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും നമുക്ക് നോക്കാം ചേട്ടൻ. അറസ്റ്റ് ചെയ്യല്ല, അവന് വേറൊരു ചോയ്സ് ഇല്ലെന്നൊക്കെയാണ് അവൻ പറയണത്. എന്ത് കുണ്ണയാണെങ്കിലും എൻ്റെ അണ്ടി അടിച്ചെന്ന് പറത്തിക്കണം. അതായത് നോക്കാം. ജിയാക്സിൻ ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണ് പ്രശ്നം, കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം. അവിടെ ഇരുന്നൊരു സിവിലിയൻ പറയുവാണ്, എന്താ ബാറ്റിൽസ് ആർ ഗെറ്റിംഗ് റിയൽ ബാഡ് അപ്പ് നോർത്ത് ആൻഡ് കുഡ് ലീവ്. നോർത്തിൽ ബാറ്റിൽ കൂടി വരണം, അവർ യുദ്ധം വർദ്ധിച്ചു വരണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല. അവർ ആ സിറ്റിയിലും കയറാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർ ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് സഹായം ആവശ്യമാണ്. അപ്പോൾ ഇത് എനിമീസ് അല്ല, ഇത് പാവപ്പെട്ട സിവിലിയൻസ് ആണ്. അപ്പോൾ ഇവരെന്തായാലും സഹായിക്കാം. അവർക്ക് ഭയങ്കര വിശപ്പൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് പരിപാടി മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സംഭവം ഉപയോഗമാവുന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അവർ ആ സോൾജേഴ്സ് പോലും അവരെ ഭാവിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. കുറച്ച് സിവിലിയൻസ് ഇവിടെ ഉണ്ട്, അവർക്കാണ് സഹായം ആവശ്യമാണ്. നോർത്തിലാണ് യുദ്ധം കൂടി പറഞ്ഞുകൊണ്ട് തന്നെ പ്രശ്നമാണ്. ആ ടാക്ടിക് കൊണ്ടാണ് അവനെയാണ് പ്രശ്നം. അവനെ അടിച്ച് തീർക്കണം. അവൻ്റെ ഹൈ റാങ്കുള്ളവർക്ക് നേരത്തെ തന്നെ പല ഡയമെൻഷനിലോട്ട് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ മൊത്തം നടക്കണം. എല്ലായിടത്തും അടിക്കാൻ വേണ്ടി കൊച്ചു പയ്യനെ തൊഴിൽ പോകണം. ജിയാക്സിൻ്റെ കടമയാണ്. പക്ഷേ എനിക്ക് വഴി പോകണം. എനിക്ക് അവിടെ ഒരുപാട് കാര്യം കണ്ടെത്താറുണ്ട്. എനിക്ക് നൽകിയ ആ ഒരു ടോക്കൺസ്, ആ മാസ്റ്റർ ഉണ്ടല്ലേ ജിഹാൻ മാസ്റ്റർ, ആ ഒരു പെണ്ണ് അവൾ തന്ന ആ ഒരു ഇതിനെപ്പറ്റി, ആ ടോക്കൺസ്, അതിൽ നൽകിയ പസിൽസ്, ആ ഒരു ഷുഗർ പേള്, ആ ഒരു ലീഫ്, എല്ലാത്തിനെ പറ്റി എനിക്ക് അന്വേഷിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്.
protection it covers. ഡാമേജ് ആയിട്ടുള്ള ഒരു ബീക്കൺ അത് ആ TD ഇൻവെഷൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അത് ആ ഒരു ഡാമേജ് ആയ ബീക്കന് ശരിയാക്കണം. അല്ലാത്ത വർഷം എനിമീസ് ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതലാണ്, പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരവും. ജിയാക്സിൻ്റെ കടമയാണ്, പക്ഷേ എനിക്ക് വഴി പോകണം. എനിക്ക് അവിടെ ഒരുപാട് കാര്യം കണ്ടെത്താറുണ്ട്. എനിക്ക് നൽകിയ ആ ടോക്കൺസ്, ആ മാസ്റ്റർ ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ എനിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാൻ ചാറ്റ്. Our frontline troops would face attacks from both sides. Have you thought about the consequences? അവരുടെ ആ ഫ്രണ്ട് ലൈൻ ആയിട്ടുള്ള ആ ട്രൂപ്സ്, അതായത് നമ്മളിപ്പോൾ കടന്നു വന്ന ഗേറ്റ്സിൽ അവർ ഈ ഒരു ബീക്കൺ ഇങ്ങനെ ആയത് കാരണം അവർക്ക് ആ ഒരു അറ്റാക്ക് വരും, അവർക്കത് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ചെയ്ത കാര്യത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ ചെയ്തതിനെ പറ്റി ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സിവിലിയൻസാണ്, അവർക്ക് സഹായം ആവശ്യമാണ്. എന്നാലും അവർ ചെയ്ത ഇത്തിരി കൂടുതലായിപ്പോയി. ആ ടാക്സിൻ്റെ കുണ്ണ അവനെ കൊല്ലണതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും ഫുഡെങ്കിലും വേണ്ടിയിട്ട്, അവർക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനൊരു കാര്യം ചെയ്തത്. പബ്ലിക് പ്രോപ്പർട്ടി സ്റ്റീൽ ചെയ്യൽ തിരിച്ചു വയ്ക്കാനൊക്കെയാണ് ജിയാക്സിൻ പറഞ്ഞത്. ഞാൻ ഇവിടെ തൽക്കാലൊന്നും മിണ്ടല്ല, അവർ രണ്ടുപേരും സംസാരിക്കേണ്ട കാര്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അവൻ്റെ അണ്ടി അടിച്ച് തിരിക്കുക, അതൊന്നും വേറെ സീനൊന്നുമില്ല. എന്തായാലും നോക്കാം. ആ ജിൻസു സിറ്റിലോട്ട് കയറിക്കോളാം അവൾ പറഞ്ഞിട്ടുണ്ട്. അവളുടേതായ ഒരു ഫ്ലാറ്റ് ബെഡ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സിറ്റിയിലോട്ട് എത്താൻ വേണ്ടി അവർക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള സഹായം ജിയാക്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓക്കെ, സന്തോഷം. ഇനി അവർ എല്ലാം ശരിയാക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവരെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആ പയ്യനെ അവിടെ കണ്ടുപിടിച്ച് ഒരു ബീക്കൺ ശരിയാക്കി നമുക്ക് ആ ഒരു പസിൽസും ആ ഒരു ഷുഗർ പേൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനുണ്ട്. അവളെ മാസ്റ്ററുള്ള നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ, പറഞ്ഞെന്തായാലും നന്നായി. അവൻ വാളെടുത്ത് പൊക്കിയ അവനെ തീർക്കും. വന്ന ഇല്ല സീനില്ലെന്ന് തോന്നുന്നു. കുണ്ണേൻ്റെ അണ്ടിന്ന് തീർന്നു നോക്കും. ഓ അടിക്കാൻ വന്നിട്ടുണ്ട്. നിന്നെ ഈ ചാരി നാടകം വേണമെന്ന് അറിയാമോ? അവനെ മര്യാദയ്ക്ക് ആവശ്യമുള്ള പൈസയും കൊടുത്ത് അവന് വേണ്ട എല്ലാം ചെയ്തപ്പോൾ അവന് കടി, അവനെ കുണ്ണ അടിച്ച് തിരിച്ച് അവനെ ഓട്ടിച്ചിട്ടേ ഇനി പോകുന്നു. ഓക്കെ, ഒരു സഹായം ചെയ്യാന്ന് ചോദിച്ചപ്പോൾ നീ കുണ്ണത്തരം, നിന്റെ തന്നേരെ കുണ്ണത്തരം നിന്നെ തീർത്തിട്ടുണ്ട്. നമ്മൾ സറണ്ടർ ആയിട്ടുണ്ട്. പൈസയും ഫുഡും കൊടുത്തിട്ട് അവന് കടി കാരണം ഒന്ന് അടിച്ചാണ്, അവൻ്റെ അണ്ടി അടിച്ച് തിരിച്ചളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവന്മാർ സാധാരണക്കാരല്ലേ, ഇവന്മാർ വേറെന്തോ ഉദ്ദേശത്തും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. അത് അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ തന്നെ അതിലൂടെ യങ്ങിന് മനസ്സിലായിട്ടുണ്ട്. യങ്ങിന് നല്ല ബുദ്ധിയാണ്, കാര്യം പെട്ടെന്ന് പിടികിട്ടും. മനസ്സിലായിട്ട് നീ ആരടാ പുണ്യാണ് ചോദിക്കണേ? ഒരു സാധാരണക്കാരെന്നാണ് അവർ പറയണത്. അവരാ പേടിച്ച സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി പോയാണ്. അവർ ചെയ്ത തെറ്റായി പോകുന്ന അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇനി വാള് പൊക്കോണം അവൻ്റെ അണ്ടി ഞാൻ
വെട്ടിയെറിയും. And we ran out of food and cash halfway, so we turned to thieving. Then we ran out wood and cash halfway, so we turned off to thieving. അവർ മോഷ്ടിക്കാൻ തുടങ്ങി. അത്ര തന്നെ. അവരവരെ കാര്യങ്ങൾ പറയണം. അവർ ഈ സിറ്റിയിൽ നിന്ന് പുറത്താക്കി വെട്ടിയെന്ന് അവരെങ്ങനെ പറയാണ്. ഓക്കെ, അവർ ഒരുത്തനത്തിൽ കുഴപ്പം കൂടുതലായതുകൊണ്ട് വാള് പൊക്കിക്കൊണ്ട് പറഞ്ഞു. അവന് ഞാൻ കൊടുത്ത്. We ain't got the balls to rob the army, but with stuff just sitting around, why not? ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു കാര്യങ്ങളൊക്കെ Since you're being so generous, how about you throw a little extra cash our way? There's a bunch of us, some injured too. Your first amount ain't gonna cut it for us to survive. അവർ അറ്റാക്ക് ചെയ്യാൻ വന്നതിന് ഒരു കാരണം എന്ന് വെച്ചാൽ അതിന് കൂടുതൽ പേരുണ്ട് അവരെ കൂട്ടത്തിൽ. അപ്പോൾ അവരെ കൂടെ ഇവർ ഈ കൊടുത്ത പൈസയ്ക്ക് അവർ 3 പേർക്ക് മാത്രമേ, നമ്മളീ കൊടുത്ത പൈസയ്ക്ക് 3 പേർക്ക് മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അവർ കുറച്ചുകൂടെ പേർക്ക് സഹായം വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്ത് കൂടുതൽ പൈസയൊക്കെ മോട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ അവനെ കൊണ്ട് നടന്നില്ല. കാരണം ഞാൻ അവിടെ നിൽപ്പുണ്ടല്ലേ, ഞാൻ അവിടെ ഉള്ളപ്പോൾ 2 പെണ്ണുങ്ങൾ അവൻ തൊടൂല. എടാ ഓത്ത കുണ്ണ പൊട പൊടിച്ചുവാനെ നെറ്റ് പിടിക്കുന്ന കുണ്ണേ. ഓക്കെ, we have some spare supplies, we shouldn't give them more. ഇവ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നതിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു. അവളെ അടിക്കാൻ പോയി. അതാണ് എനിക്ക് പിന്നെ ഉണ്ടച്ചുമോനും അല്ല, എനിക്ക് കൊടുക്കണോ, കൊടുത്തേക്കാം. എന്തായാലും അവനിനി അനങ്ങാൻ പോലും പറ്റൂല. അവന് കൊടുത്തേക്കാം. No, wait. What I gave them was more than enough for them to make it to Jinzhou. അവരുടെ അടുത്തോട്ട് എത്താനുള്ള കൂടുതൽ സംഭവങ്ങളും ഫുഡായാലും ക്യാഷ് ആയാലും കൊടുക്കാൻ ജിയാക്സിൻ പറഞ്ഞിട്ടുണ്ട്. ജിയാക്സിൻ നമ്മൾ കൈൻ്റെ ആണ് കൂടുതൽ, നല്ല ദയുള്ള പെണ്ണാണ്. എന്തായാലും നോക്കാം. അപ്പോൾ ഐസി എന്ന് പറഞ്ഞിരുത്തിയുണ്ട്. ആവശ്യമുള്ള കാര്യം സംഭവം എല്ലാം കൊടുക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. കൊടുക്കണ പൈസയും വാങ്ങിച്ച് തിരിഞ്ഞു നോക്കാതെ പോയിക്കോണം. നിന്നെ ഒരു തവണ കൂടെ നിൻ്റെ വാള് കയ്യിലെടുത്താൽ നിന്നെ ഞാൻ ഒരടിക്ക് ഞാൻ നിന്നെ താഴെ ഇടും. മനസ്സിലായില്ലേ? എവക്ക് ഞാൻ ഇനി ഒരു ഹോട്ടൽ കെട്ടി കൊടുക്കണോ? സിറ്റി ചെന്നാൽ അവൾക്ക് എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ സിറ്റിയിൽ ചെന്നാൽ അവർക്ക് ഇപ്പം സിറ്റി എത്താനുള്ള പൈസ കൊടുത്ത് ആവശ്യത്തിന് ഫുഡും കൊടുക്കാമെന്ന് പറഞ്ഞപ്പം എന്താണ് ഇത്, സിറ്റി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ജോലി കിട്ടൂല, അപ്പം ഞാൻ അവിടെ വീണ്ടും വിശപ്പാവുമെന്ന്. എടാ നിനക്കൊക്കെ നീ എന്തിനു പിന്നെ സിറ്റിയിൽ നിന്ന് കുണ്ണയം കുണച്ചിറങ്ങി വന്നത്? അവിടെ നീയൊക്കെ മര്യാദയ്ക്ക് ഇരുന്നാൽ പോരായിരുന്ന? നിൻ്റെ രാജ്യം ഒന്ന് സംരക്ഷിക്കാൻ ആരും ഇല്ലേ? ഇതിപ്പോൾ ഞാൻ ഇനി നിനക്ക് എന്തെങ്കിലും പുതിയൊരു ബിസിനസ് തുടങ്ങി തരണോ? എന്താണ് ഇവനൊക്കെ ആവശ്യത്തിന് പൈസ, ആ കൊടുക്കണ പൈസ കുറച്ച് ബാലൻസ് വെച്ചുകൂടെ? നീ പോണ വഴിക്ക് എന്തെടുത്ത് എല്ലാവർക്കും കൊടുക്കൂ. ഇവളെ വീണ്ടും കൂടുതൽ സഹായങ്ങൾ അവൻ ചെയ്തു കൊടുക്കണം. അവൻ അതിൻ്റെ ആവശ്യമില്ല. അവൻ വാളും പൊക്കി വന്നേണ്. അതാണ് മര്യാദയ്ക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെയാണ്, ഒട്ടും ഒരവസ്ഥ ഇരിക്കണം. ഒരാൾ ഇത്തിരി പൈസ തരുമ്പോൾ നീ കുറച്ച് കൊടുത്താൽ തന്നില്ലേ ഞാൻ അടിക്കും. അതിപ്പോൾ ഇവനെ ഞാൻ ഉള്ളേ മച്ചുകൊണ്ട് പോടാക്കുന്നേ, ഇല്ല തന്നെ ഇവിടെ വെച്ച് കത്തിച്ച് തീർക്കുന്നതന്നെ. ജിയാക്സ് എല്ലാവർക്ക് കൂടുതലും ജോബും മറ്റിനൊക്കെ ഇവളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഇത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഇവനൊക്കെ അവിടെ എങ്ങനെയും പോയിട്ട് വല്ല ജോലിയെ ചെയ്തോളൂ. ഇവനൊക്കെ വേണ്ടി ഇനി സ്പെഷ്യലി ജോലിയെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതൊക്കെ എന്തരാണിത്? നീ പോണേണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വിടൂല. കത്തിക്ക് തീരും നീ. പോവാൻ നോക്ക് നീ. എൽഡർ എക്സ് അല്ലേ? വാള് വച്ചിട്ട് പോയാൽ മതി. നീ വാള് കണ്ട് നീ ഇനി പോണ്ട.
അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് ഈ കുണ്ണാൾ തുലച്ചത്. അപ്പോൾ അല്ല, അത് അറിഞ്ഞുകൂടാ അല്ലെന്നല്ല അറിഞ്ഞുകൂടാ, നോക്കാം. ഒന്ന് മാത്രം തെളിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അത് നന്നായി. ഇല്ലെങ്കിൽ അവനെ തന്തേനെ കൂടെ വിളിച്ചുകൊണ്ടൊന്നും ഞാൻ നേരെ കഴിപ്പിച്ചേനെ. ഉണ്ടച്ചിമ കള്ളം പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും പ്രശ്നമായി കിടക്കണം. അല്ല, അത് അവൻ്റെ കുറ്റമെന്നാണ് അവൻ പറഞ്ഞത്. നോക്കട്ടെ, അവൻ വല്ലതും ചെയ്തിട്ടുണ്ട് അവനെ കാലി വാരി എടുത്ത് അതിൻ്റെ അകത്തിട്ട് മൂടും. പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി തുടർന്ന് അങ്ങോട്ട് പോകണമെന്ന് മുന്നേ ആ ബീക്കൺസ് ഒന്ന് ശരിയാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരിയാക്കി തന്നെ പോയന്മാർ ഈ കുണ്ണാൾ തുലയ്ക്കാൻ മാത്രമേ മാർക്ക് പറ്റൂ. മനസ്സിലായില്ല, ഒരു കാര്യം ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചാൽ തുലയ്ക്കാൻ മാത്രമേ ഈ കുണ്ണയ്ക്ക് പറ്റൂ. അപ്പോൾ അതിന് ശരിയാക്കണം. അപ്പോൾ അത് ശരിയാക്കി കൊടുത്തിട്ട് പോവാം. അങ്ങോട്ട് പോകണം. ഗ്രാഫിക്സ് വെക്കാൻ റിപ്പയർ ചെയ്യാം. എന്തായാലും കംപ്ലീറ്റ് ദ കണക്ട് ഇൻ ദ സെയിം കളർ. കുണ്ണ അവിടെ അവൻ തൊലച്ചിട്ട് പോയി കണ്ട എൻ്റെ പാട്. ഡച്ചി മോനെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ബീഗം കണക്റ്റായി. ഒരു സെക്കൻഡ് ഇതെടുക്കട്ടെ. അങ്ങോട്ടെത്താം കുറച്ചുള്ള ആ ബീക്കിനോടെ ശരിയാക്കണം. ഈ മരത്തിലും കുണ്ണയിലും വലിഞ്ഞ കാരണം എന്തിനാണ്? കുറേ ആട് പുണ്ടച്ച മക്കളെ. ഞാൻ ഇത് എങ്ങാട്ട് പോണ മൈറ്റടാ ഞാട്ടി. ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട് കേട്ടാ. എന്തായാലും തൽക്കാലം ബീക്കൺ ശരിയാക്കാൻ നോക്കാം, അതാണ് ഏറ്റവും അർജൻറ്റ്. അവിടെ എന്തൊരു ആട് കിടന്ന് വിളിക്കണം. എന്തായാലും അത് ശരിയാക്കാൻ നോക്കാം. തൊന്തെ കെട്ടിക്കാൻ നീ മുള്ളുണ്ടാക്കി വെച്ചേക്കണല്ലേ അവിടെ. ഇതൊരു വെപ്പൺ. ഇത് എനിക്കെന്തിന്? ഞാൻ ബീക്കൺ ശരിയാക്കാനല്ലേ വന്ന, ബീക്കൺ ഇല്ലേ അപ്പം. പുണ്ടച്ചി മുള്ളു സത്യം പറയല്ല. ഓക്കെ, അത് ശരിയായിട്ടുണ്ട്.
റിപ്പയർ ചെയ്തിട്ട്. എൻ്റെ പൊന്നോ, ഇത് എങ്ങനെ ശരിയാക്കാൻ? അമ്മയ്ക്ക് തൊലച്ചാൽ മതി, ശരിയാക്കുന്നവർക്ക് അറിയാം അവരെ പാട്. സെറ്റായിട്ടുണ്ട്. അതും അങ്ങനെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബീക്കൺസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. Master Tianxing, are you all right? This is my first time on a battlefield. It feels so different here. ഓക്കെ, എത്തിയിട്ടുണ്ട് അവിടെ. I know another shipment of supplies has just arrived. I've confirmed it, but it's not nearly enough. We must reach out to the city again and demand more supplies immediately. ഷിൽവാനോടെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ പുതിയ സപ്ലിമെൻറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ സപ്ലിമെൻറ്റ് വേണമെന്നാണ് പറഞ്ഞേക്കണം. കാരണം വെച്ചാൽ എനിമീസ് അടിക്കാൻ പറഞ്ഞാണ് തോന്നണം, പറയത്തില്ല ചിലപ്പം. മനസ്സിലായില്ല, അത് കൂടുതൽ ആവശ്യം വേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞോളൂ, ഇപ്പം അങ്ങോട്ട് വന്നേ ഉള്ളൂ. സലാം സലാം, ഹലോടാ ഹലോടാ, ഹലോ ഹലോ. ഇരുപത്തെട്ട് മിനിറ്റായി തുടങ്ങിയിട്ട്, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് നോക്കാം. But the approval process to going to. Tell them it's an emergency. We are working around the clock here. Any delay could mean the end of our defense. Do they not comprehend? എമർജൻസി ആണ്, ഇനി കുറേ സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ടെന്നാണ് അവൾ പറയണത്. ഷിൽവാൻ എന്നാണുള്ള പേര്. ഷിൽവാൻ ഷിൽവാൻ If you can't make them listen. Now go, go, go. പോകാൻ പറഞ്ഞിട്ടുണ്ട്. Move, move. What is it? Why are we still not done distributing these? ഒരു ഹലോ You പറയാം. here? Are you backups too? ബാക്കപ്പ് ആണ് ഇവിടെ. ബാക്കപ്പും ഫ്രണ്ടപ്പും ഒന്നും അല്ല. Wait, you don't look like one of us. നമ്മൾ പുതിയ ആൾക്കാരാണ്. I am Yang Yan, an outrider of the Midnight Rangers, and they are. അവളെ യങ്ങിന് അവൾ മിഡ്നൈറ്റ് റേഞ്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ പറ്റിയും ഷിയാനെ പറ്റിയൊക്കെ പറയുവാണ്. അവൾ ഐ ഡി എടുത്ത് കാണിച്ചിട്ടുണ്ട്. മിഡ്നൈറ്റ് റേഞ്ചേഴ്സിൻ്റെ അവളുടെ ഐ ഡി എടുത്ത് കാണിച്ചിട്ടുണ്ട്. Excuse me, one moment, please. അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. Careful! This chest holds vital medical supplies. If the wounded return medicine, it's on you. Handle with care and precision. An outrider. So, you were part of the backup force, right? Now, I've got wounded soldiers coming soon, and you're just in time to help. അവിടെ ഫുള്ള് ഫൈറ്റാണെന്നാണ് പറഞ്ഞത്. അവിടെ ഇപ്പം സപ്ലിമെൻറ്റ്സ് തന്നെ വന്നിട്ട് ഇനിയും വേണമെന്ന് പറയണം. അവിടെ സോൾജേഴ്സൊക്കെ ആണെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് പരിക്കുപറ്റിയവർക്കും കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് ബാക്കപ്പായിട്ട് നമ്മളടുത്ത് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആരാണെന്ന് അറിയാതെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. Oh, sorry. Have to answer this. Yes, what is it? An overclocked resonator. Understood. I'll be there immediately. I'm sorry. Could you do me a favor? അവൾ ചോദിച്ചാൽ ഒരു ഫേവർ ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട്. The wounded soldiers are being sent back from the front lines. We need someone to escort them to the medics, but I've got to deal with the overclocked resonator now. Could you please take care of them? ആ പരിക്കുപറ്റി പറഞ്ഞ സോൾജേഴ്സിന് അവരെല്ലാം ആവശ്യത്തിനുള്ള സഹായങ്ങൾ നൽകി നമ്മൾക്ക് അവർ ഫൈറ്റിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കണം. What exactly do you need us to do? ഓക്കെ, അവർ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. Just ജിക്സാൻ make sure പറഞ്ഞിട്ടുണ്ട്. they're safe. The medics will take care of their wounds. ഓക്കെ, Thank you. അവള് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. It's so busy here. It looks like they don't even have the time to catch their breath. അപ്പോൾ ശ്വാസം ഇടാൻ പോലും ടൈമില്ലെന്നാണ് ജിയാക്സിൻ പറഞ്ഞേക്കണം. Supplies, medical care, equipment maintenance, personnel
ആ ഫൈറ്റേഴ്സിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർ കുണ്ണാളെയൊക്കെ ആരെ അടിക്കുന്നുണ്ട്, വില്ലന്മാരെ ഇപ്പം അടിച്ച് ഓട്ടിക്കണം. So this is what a real war looks like. I had no idea it could get this bad. യുദ്ധം സത്യം പറഞ്ഞാൽ കയറി വരണം. ആ ഒരു സ്ഥലം മൊത്തം വില്ലന്മാർ. അപ്പോൾ നമ്മൾ വേണ്ട സഹായം നമ്മളെ കൊണ്ട് വേണ്ട രീതി ചെയ്തു കൊടുക്കണം. Most people would never have the chance to witness any of this. It's natural for you not to know. എന്തായാലും നോക്കാം. I think this is exactly what our military strives for, to ensure peace and safety for our citizens. It's a sacrifice made so others don't have to live in fear. അപ്പം ആ മുറിവോടെ വന്ന ആവശ്യമുള്ള സഹായം ആവശ്യമുള്ള സോൾജേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ പോയി നോക്കാം. അവർക്ക് വേണ്ട സഹായം പോയി ചെയ്തു കൊടുക്കാം. എടാ ഈ കുണ്ണകൾ ഇത് എവിടെയാണ് പോയി നിൽക്കണത്? എനിക്ക് ഇവനൊക്കെ ഏത് കാലിൻ്റെ ഇടയിലാണ് ആന്തോ പോയി ഒളിച്ചിരിക്കണം. മനുഷ്യനൊന്നും കാണാൻ പോലും പറ്റില്ല. എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നിട്ട് ഇതിന് സഹായം വേണം പോലും. ഏത് വഴി ഇത് കയറുന്ന അതിൻ്റെ ഓത്ത കുണ്ണ വഴിയും കാണാൻ പറ്റണില്ല. ശ്രദ്ധിച്ച് ആ വഴി ഒന്ന് ശ്രദ്ധിച്ചു പോകണം. ശ്രദ്ധിച്ചു പോകാം. അവിടെ തന്നെ പോകാനുള്ള അവനെ ഹെൽപ്പ് ചെയ്യണം. അവനെ ഹെൽപ്പ് ചെയ്യാം. അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കടാ. അവൻ്റെ പേര് ഷിയു എന്നാണ്. അവന് വയ്യ അടക്കം. ജിങ്സിന് അവന് സഹായം ചെയ്തു കൊടുക്കാൻ പോകുന്നു. അവന് വലിയ പണിയൊക്കെ കിടക്കണം. പക്ഷെ ഓക്കെ അവന് വീണ്ടും പറയണം ഓക്കെ ആണെന്ന്. പക്ഷെ ഓക്കെ അല്ല. കാരണം വെച്ചാൽ അവൻ നല്ല വേദന, അവൻ്റെ നല്ല ആരോഗ്യ പ്രശ്നമുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവന് വേണ്ട മെഡിക്കൽ കൊടുത്തിട്ടുണ്ട്. അവൻ ഇപ്പോൾ ഭേദമായിക്കോളും. ഇനി അടുത്തൊരു തവണ കിടപ്പുണ്ട്. അവനെയും കൂടെ സഹായിക്കാം. അവളെ പേര് സുഹി എന്നാണ്. അവൻ്റെ മുറിവിന് ഇപ്പം രക്തമാറുണ്ട്. എൻ്റെ കുഞ്ഞിക്ക് സഹായം വേണ്ടത്. Stop squirming, will you? We're here because you need our help. Calm down and stay where you are. അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാം. Please hold him still for me. അനങ്ങാതെ കിടന്നോണം മൈരി. അവിടെ ജോലി പരിപാടി ചെയ്യാൻ പോകണം. എന്നെ സഹായിക്കാൻ പോകണം. അപ്പോൾ കിടന്ന് പിടയ്ക്കല്ലേ. Sure. അവന് വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. സംസാരിക്കാവുള്ളതായിട്ട്. Thank you for your assistance. You must be tired. Please take some rest.
ഞാൻ റെസ്റ്റ് എടുത്തോളാനാണ് അവൾ പറഞ്ഞെങ്കിൽ മെഡിക്ക് പേഴ്സണലിൻ്റെ അടുത്ത്. They look badly injured. Don't worry, they've received proper treatment now. They'll recover in time. Thanks to General Jian, we've seen a significant drop in the number of casualties. ജനറൽ ജിയാൻ മറ്റേ നമ്മുടെ മജിസ്ട്രേറ്റ് ഉണ്ടല്ലേ, അവള് യുദ്ധത്തിൻ്റെ അവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പം വേണ്ട മെഡിക്കൽ കവർ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. യുദ്ധം കൂടി വരുവാണ്. I've heard from veterans that soldiers used to be ordinary people, not resonators. The battles were brutal even back then, with the stench of blood lingering through the rain. But things have improved. അത്യാവശ്യം ഭേദമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. Each injury represents countless tacit discords eliminated by our brave soldiers. ടാക്സെൻറ്റിക് ഡിസ്കോഡ് പന്നീരെ പുണ്ടച്ചീരെ അവൻ ഈ പാപ്പന്മാരെ യുദ്ധം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കി പോകണം. അപ്പോൾ എന്തായാലും ആ കുട്ടേനെ തീർത്ത് പറ്റൂ. Resonators in the Midnight Rangers are incredible warriors. Those who have to retreat from injury must have already taken out hundreds of enemies. They are our heroes. They are the ones keeping our people safe. What I've been doing is not worth mentioning compared to them. അവർക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം, അതിലൊരു തെറ്റുമില്ല. Please don't put it like that. Without your help, we couldn't have helped so many wounded soldiers in such a short time. അവർക്ക് വേണ്ട സഹായം നമ്മൾ പറ്റാണ് അവർ വരുന്ന സമയത്തിനകത്ത് ചെയ്തു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരുവിധം എല്ലാം നേരെ എല്ലാ പേരെയും തന്നെ നമ്മൾ പരമാവധി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. Now that they're all safe, you should go and take care of your own issues. എല്ലാവർക്കും വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. May I ask where the quartermaster is? ജിയാക്സൺ ചോദിച്ചേക്കണ വേർ ആർ ദ ക്വാർട്ടർ മാസ്റ്റർ ഈസ് എന്നാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചോദിച്ചത്. Quartermaster isn't here. He's on the floor above, directing munitions distribution. Just take that lift and you should find him there. അല്ല ഇവിടെ അല്ല, വേറെ എവിടെയാണ്, വേറെ എവിടെ ഉണ്ട്. അങ്ങോട്ട് പോവാം ഇനി. Rover, where are we going next? പിന്നെ അടുത്ത് എങ്ങോട്ട് പോകുന്നതാണ്. ലെറ്റ്സ് ഫോളോ മാസ്റ്റർ ഷിയാൻ. ഐ വാണ്ട് ടു ടാക്ക് ദ കോർട്ട് മാസ്റ്റർ ടു. Here are some recipes for dietary supplements from my sect. They might help the wounded recover sooner. ഷിയാൻ അവർ കുറച്ച് ആവശ്യത്തിന് വേണ്ട മരുന്നുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ആ മുറിവായി കിടക്കുന്ന സോൾജേഴ്സിന് അത് വളരെ യൂസ് ആവും. ഇനി മുറിവ് പറ്റി പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓ ഇത്ര ചാറ്റ് വന്നേക്കണം. ഓത്തലാകെ വരുമെന്നു. ഒ പി അറബി ഡാളിയ ഹബീബി അസ്ലാം വലൈക്കും. നേരത്തെ ലൈവ് ഉണ്ടാക്കിയത് എന്താണ് എടാ ഓത്ത കുന്നകൾ കറണ്ട് പിടിച്ചപ്പോൾ എനിക്ക് കളിച്ചതിൻ്റെ കുറച്ച് പോവുകയും ചെയ്തു. അതിനെപ്പറ്റി ഞാൻ തുടക്കം ലൈവ് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവ്, നീ തുടക്കം എടുത്ത് കണ്ടാൽ നിനക്കറിയാം. ഡാളിയടാ ഞാൻ കേട്ടല്ല, ഞാൻ ഇപ്പോഴാണ് കമൻറ്റ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ ഫോൺ ഇപ്പോഴാണ് എടുത്തത്. ആ ഫോൺ ഇപ്പോഴാണ് എടുത്തത്. ഓക്കെ, ഇനി ഞാൻ മറ്റവനെ കണ്ടുപിടിക്കാൻ പോകും. ഒരു കോർട്ട് മാസ്റ്റർ, പിന്നെ ആ ഒരു പയ്യൻ, ആ ഒരു കൊച്ചു പയ്യനെ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ആ ഒരു 3 ദിവസത്തിന് ശേഷം ആ ജിയാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിനാണ് മജിസ്ട്രേറ്റാ, ആ ഒരാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് വച്ചങ്ങ് പിടിക്കാം. ഇവിടെ തന്നെ ഒരാൾ ഇവിടെ തന്നെ. ഓക്കെ, ലിഫ്റ്റിൽ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാറ്റ് ലിഫ്റ്റിൽ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുകളിലെത്തി ഞങ്ങോട്ട് പോവാം. ഇയാൾ സംസാരിക്കാം. Have you confirmed the inventory? What about the spare list? Sort out the consumables as soon as possible. Check our communication lines while you're at it. Ewa, deliver this list to Asha. You're not Ewa. Where is she? What do you need? ഈ റിഗാർഡ് ബറ്റാലിയൻ ക്യാമ്പ് ഓഫീസർ നമ്മളടുത്ത് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവൻ്റെ അടുത്ത് ആവശ്യത്തിന് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം.
അപ്പോൾ യാങ് പറയുവാണ് ഞാൻ മിഡ് നൈറ്റ് റേഞ്ചറാണ്, നമ്മളിവിടെ നിന്ന് ഇന്ന ആളാണ്, ജിഷ്യ ഇന്ന ആളാണ്, നമ്മളങ്ങനെ കാര്യം പറഞ്ഞ് നമ്മൾ ഒരാൾ തപ്പി വന്നതാണ്, അങ്ങനെ കാര്യം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്. അവിടുത്തെ ബറ്റാലിയൻ ഓഫീസറാണ്. So he never sent a letter home, not even once. കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. The Midnight Rangers are no longer recruiting non-resonators lately. But Juyen was a stubborn boy. Last year, when the battles hadn't gone so intense, he would trail us rear guards, eager to join the front. അവൻ ഈ ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ലാസ്റ്റ് ഇയർ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ അവനെ പറ്റി ഒരു വിവരവും ഇല്ല, ഒരു ലെറ്റർ പോലും അയച്ചില്ല. മൊത്തത്തിൽ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ നിൽക്കണം. We sent him back to the city time and time again, and he just kept finding ways to come back. Eventually, I caved and took him in to help us here in the base. ആ പയ്യനെ ആണെങ്കിൽ അവനെ കുറേ നാളെ ഇതിനൊക്കെ വിട്ട് സിറ്റിലോട്ട് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവനെ നോക്കുവാണെങ്കിൽ അവൻ്റെ ഒരു വിവരമില്ലെന്ന് അറിയുമ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഷോക്കാണ്. അവൻ്റെ അപ്പനാണ് ജിയാക്സിനെ ഇങ്ങോട്ട് വിട്ട. അതിനിടയിലാണ് നമ്മൾ അവളെയും കൊണ്ട് ഇങ്ങോട്ടൊക്കെ കയറിയത്. മൊത്തത്തിൽ കഥയൊക്കെ ജസ്റ്റ് ഒരു ഇതാണ്. It's getting increasingly dangerous out here. I shouldn't keep him here any longer. I was just thinking about having the logistics team bring him back to the city when you guys showed up. Now I remember. He should be currently on the floor above. അവനെ പറ്റി അവൻ എന്തെങ്കിലും അറിയായിരിക്കും, എന്തായാലും ചോദിച്ചു നോക്കാം. Sure. Please excuse me. I'll join you later. ജിയാക്സിൻ അങ്ങോട്ട് പോവുകയാണ്. അവിടെ കോർട്ട് മാസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് കാര്യങ്ങൾ പറയണം, കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാൻ പറ്റിയൊക്കെ അറിയിക്കണം. What are you doing? Hold your hand up. Oh, please excuse me. Thought that was a grenade. Is this a mango? ഒരു മാംഗോസ്റ്റീൻ കണ്ടിട്ട് നീ അവിടുത്തെ അന്തരി കുണ്ണെന്ന് പറഞ്ഞാൽ ബറ്റാലിയൻ ക്യാമ്പ് ഓഫീസറല്ലേ, എന്നിട്ട് നിനക്കൊരു മാംഗോസ്റ്റീൻ കണ്ടിട്ട് നിനക്ക് ഗ്രനേഡാന്ന് തോന്നിയില്ല? നീ കണ്ണ് വെച്ച് എന്നെ കുണ്ണ ഇതൊക്കെ കാണണം, ശ്രദ്ധിച്ച് നോക്കടാ. അപ്പോൾ നിൻ്റെ കയ്യിൽ ആരെങ്കിലും ഗ്രനേഡ് തന്നാൽ നീ എന്തിന് തിന്നു? മാങ്ങയാണെന്ന് വെച്ചാൽ തിന്നു. കുണ്ണയ്ക്ക് കണ്ണും കുണ്ണയൊന്നും ഇല്ല, എന്ത് മാതിരി നോക്കണം നീ. ഓക്കെ, അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യുക. അവൻ്റെ അടുത്ത് എൻ്റെ കാര്യമില്ല, പോകാനുള്ള അടുത്ത് പോവാം. ഓക്കെ, ഇനി എങ്ങോട്ട് പോകാനുള്ള നോക്കാം. ആ വഴി വെച്ച് പിടിക്കാം. ജിയാക്സിൻ്റെ അടുത്ത് സംസാരിക്കാം. Master Tianxing, have you found the person you're looking for? അവൾ അന്വേഷിച്ച് വന്ന ആ പയ്യനെ കിട്ടിയതാണ് ചോദിക്കണം. അപ്പോൾ അവളൊന്നും പറയാനില്ല. അറബി ലൈവിൽ നിന്ന് പോയാടാ, അറബി ചാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അറബി ഇറങ്ങി പോയേ. Yes, I found Juyen. We will return to the city with the logistics team. We will go find Mr. Zhang Ye to let him know he is safe. ആ പയ്യൻ അവൾ അന്വേഷിക്കുന്ന ആ ഷിയുവാൻ എന്ന് പറഞ്ഞാൽ ആ പയ്യനെ കിട്ടിയിട്ടുണ്ട്. ഇനി അവളെ അപ്പൂപ്പൻ ആ പയ്യൻ്റെ അപ്പൂപ്പന, അതായത് ഇവിടെ ഇങ്ങോട്ട് അയച്ച ജിഷിയാൻ ഇങ്ങോട്ട് അയച്ച മിസ്റ്റർ സോൺ ഗേ എന്ന് പറഞ്ഞ ആ ഒരു അയ്യാളെ ഈ കാര്യം അറിയിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇവളെ ദൗത്യന് പൂർണ്ണമായവക്കിന് തിരിച്ച് സിറ്റിയിലോട്ട് പോകാം. അവക്കിനി നമ്മളെ കൂടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവളിന് തിരിച്ച് സിറ്റിയിലെത്തി ഈ കാര്യങ്ങൾ അറിയിച്ചാൽ മതി. അപ്പം അവൾ ഇനി മുതൽ നമ്മളെ കൂടെ കാണൂല. അപ്പം ഓക്കെ, ബൈ ജിഷിയാൻ. You two still have other matters to attend to. When you have the time, let's catch up at Liu Shan Tea House. ഓക്കെ, അപ്പം എന്തായാലും ബൈ പറഞ്ഞിട്ടുണ്ട്. It's my great pleasure to have met you. ഓക്കെ, സീ യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാനും യാങ് മാത്രം അടുത്ത നമ്മളുടെ ആ ഒരു കാര്യത്തിലോട്ട്, അതായത് ദൗത്യത്തിലോട്ട് പോവുകയാണ്. Us running into Master Tianxing was one
ഓക്കെ, യാങ് ചോദിച്ചാണെന്ന് വെച്ചാൽ ആസ് റണ്ണിങ് ഇൻ ടു മാസ്റ്റർ ജിക്ഷിയാൻ വാസ് എ വൺ ഓഫ് ഇൻസിഡൻറ്റ് ഇഫ് ദ മാംഗോസ്റ്റീൻ ഇൻസിഡൻറ്റ് ഇൻഡിക്കേറ്റ് സംതിങ് അബൌട്ട് വാട്ട്സ് മാഡം മജിസ്ട്രേറ്റ് ട്രൈൻ ടു കൺവേ എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ അവൾ ആ ജിക്ഷിയാണെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കണ്ടത് ആവശ്യമായിട്ടായിട്ടല്ലേ ഇപ്പം. അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് ഒരു മാംഗോസ്റ്റീൻ എടുത്ത് കാണിച്ചപ്പോൾ ആ കള്ളക്കുന്ന ബറ്റാലിയൻ ഓഫീസർ പേടിച്ചു. അപ്പം ഇതെല്ലാം എന്തിൻ്റെയൊക്കെ ഒരു ഇതാണ്, എന്തെങ്കിലും അവിചാരിതമായിട്ട് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഒരു സംശയം. അപ്പം ഇതെന്താണ് ഈ മാഡം മജിസ്ട്രേറ്റ് ആ ജിയാൻ, അവളാണ്ടിലെ മാഡം മജിസ്ട്രേറ്റ്, അവൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഒരു സംശയത്തിലാണ് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചേക്കണം ഈ യാങ്. അപ്പോൾ എനിക്ക് സത്യം പറയാൻ കറക്റ്റ് അറിഞ്ഞൂടാ. Perhaps the moment has arrived. Have you thought of something, Robert? I think. Mention the Taxon Discord outbreak. Mention the mangosteen root of transmission. So, Madam Magistrate wants to tell us about the TD outbreak? ചിലപ്പോൾ അതായിരിക്കും ടി ഡി ഔട്ട്ബ്രേക്കിനെ പറ്റി പറയാനായിരിക്കും അവൾ ഉദ്ദേശം. പറയാൻ പറ്റില്ല എന്താണ് ആ ഒരു മാഡം മജിസ്ട്രേറ്റിൻ്റെ ഉള്ളിലുള്ളത് അവൾക്ക് മാത്രമേ അറിയാം. അവളാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് കാണുന്ന അറിയാം. ഇപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞ് അവൾ ഇതുവരെയും അവളെ കണ്ടില്ല. എന്തായാലും നോക്കാം, അത്ര മാത്രമേ പറയാൻ പറ്റൂ. If those tacit discords break through our defenses, it would be a disaster for not just Wanlong, but for all of humanity. ആ ടാക്സൺ ഡിസ്കോഡ് ബ്രേക്കായി പോയാൽ അതിൻ്റെ ആ ഒരു ഡിഫൻസ്, നമ്മുടെ ഡിഫൻസ് നഷ്ടപ്പെട്ട അത് വലിയൊരു ഡിസാസ്റ്ററാണ്. ആ ഹുവാലോങ്ങിന് മാത്രമല്ല മൊത്തം മനുഷ്യന്മാർ അവിടുത്തെ ആ പീപ്പിൾസിന് മൊത്തം നാശമാണ്. അതുകൊണ്ട് തന്നെ ആ അവൻ വരാതെ നോക്കണം. അവൻ വന്നാൽ അവൻ്റെ ഓടിക്കണം, അവനെ അണ്ടി അടിച്ച് ഓടിച്ചാൽ മതി അവനെ. ഓക്കെ, അപ്പോൾ എനിക്ക് പവറുണ്ട്, അതുകൊണ്ടാണ് എന്നെ അവൾ ആ മാഡം മജിസ്ട്രേറ്റ് വളരെ ഡീസൻ്റ് ആയിട്ട് ആ സിറ്റിയിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കയറ്റി. കാരണം വെച്ചാൽ ഞാൻ അവനെ അടിച്ചത് അവൾ കണ്ടു കാണും, മനസ്സിലായില്ല. അപ്പോഴാണ് അവൾ ഹോളോഗ്രാഫിക് ആയിട്ട് വന്ന് എൻ്റെ അടുത്ത് ആ സിറ്റിലോട്ട് വരാൻ വേണ്ടി റിക്വസ്റ്റൊക്കെ കിട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. We haven't reached the front lines yet, but I can already smell the iron in the air. I sense tension and unease. Our soldiers stationed at the borders. I hope they're നമ്മൾ ആ ഫ്രണ്ട് ലൈൻ ഇതുവരെ എത്തിയില്ല. പക്ഷേ അവിടെയുള്ള ആ ഒരു സോൾജേഴ്സിനെ പറ്റി ആലോചിക്കും മൊത്തം യാങ് ഏതിനും ടെൻഷൻ ആയിക്കോണ്. യാങ് ഫുള്ള് ടെൻഷനായിട്ടൊക്കെ നിൽക്കുവാണ്. എന്തായാലും നമുക്ക് നോക്കാം ചാറ്റ്. ഇവിടെ എന്തരാ ഓർമ്മ വരാൻ തുടങ്ങി. എന്തരാ മെമ്മറിയിലോട്ട് കയറി പോയിട്ടുണ്ട്. ഓ ഏതായാലും ഡ്രാഗൺ ഇതിൽ മറ്റേ കുണ്ണയല്ലേ. അല്ലാതെ എന്തരാ ഓർമ്മ എനിക്ക് പെട്ടെന്ന് വരണുണ്ട്. ഓക്കെ, എൻ്റെ ഉള്ളിൽ തന്നെ എന്തരാ ഒരു ബാഡ് എനർജി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ മറ്റില്ല അവനെ കാണാൻ പോയപ്പോൾ. ജനറൽ ഓർമ്മയിൽ എന്തൊക്കെ നടക്കുക ആലോചന മറ്റേ ആ ഓർമ്മയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, മെമ്മറീസ് കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാഫിക്സ് തീയന്നെ ഗ്രാഫിക്സ് തീയന്നെ ഓർമ്മ പോലെ വന്ന് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. മനസ്സിലായില്ലേ സംഭവം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓത്ത കണക്ഷൻ ഓത്ത കണക്ഷൻ എന്ത് കുണ്ണ ഭയങ്കര നെറ്റ് എടുക്കാം കേട്ടോ. ഇതിന് ഭയങ്കര പവർ.
ഒടുക്കത്തെ പറയുന്നത്. Bide the time. Time to fight back. ഓ ഈ മരുന്ന് ഭയങ്കര പവർ കേട്ടാ. ഓൻ അടിച്ചിടാൻ പറ്റുമോ? Don't you worry. Fear no bullets. എൻ്റെ HP കുറഞ്ഞു വരുമോ? Retreat to advance. Wind Rider. ഓ അല്ല പിന്നെ ഒടുക്കത്തെ പറഞ്ഞു എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. Time to fight back. Tell truth to the sun. Wind Rider. ഓ ഇങ്ങനെ അടിച്ചിട്ട് കമത്താം. ഓ ഭയങ്കര പട. ഇവനെ ഒടുക്കത്തെ ഹെൽത്ത് ഉണ്ടച്ചുമോ ചാവണിക്ക്. Tell truth to the sun. Fear no bullets. ഓ Retreat to ഹെൽത്ത് advance. എനിക്ക് കുറഞ്ഞിരണോ? Till my last breath. Tell truth to the sun. Break. ഓ എൻ്റെ ഹെൽത്ത് Wind Rider. കുറച്ചുകൂടെ അടിച്ചാൽ മതി. കുറച്ചുകൂടെ അടിച്ചാൽ തീരും. Bide the time. Tell truth to the sun. തീർന്ന അടിച്ചടാ കുന്ന്. നിന്നെ തീർത്തടാ ഞാൻ ഉടപ്പുണ്ട് ചീമനെ. അവൻ വീണില്ലേ? ഞാൻ അടിച്ചല്ല അവനെ നല്ല. ഹിയറിങ് യാങ് കാൾസ്. എടാ അവനെ അടിച്ചിട്ടല്ല എന്തോ പറ്റി? What's the matter? Are you all right? എടാ എനിക്ക് എന്തിനാ ഓർമ്മ വന്നു? ആ ഓർമ്മയിൽ ഏതാ ഒരുത്തന്നെ അടിക്കാൻ വന്ന് ഞാൻ അവനെ അടിച്ച് കമത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അടിച്ചിട്ടപ്പോൾ ഇനി പെട്ടെന്ന് എൻ്റെ ഓർമ്മ തിരിച്ച് വന്ന്. Oh, I was worried. You just stood there and gazed into the distance. You were unresponsive when I tried talking to you. അവളെ ഞാൻ ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാനാണെന്നാണ് ഞാൻ ചോദിച്ചാൽ. എന്താ സത്യം പറഞ്ഞ ഒരു ഓത്ത കുന്നാവും. ഹെൽത്ത് ഭയങ്കര കൂടുതലുള്ള ഒരുത്തൻ വന്ന് എന്നെ അടിയോടടിക്കും. അവനെ അടിച്ചിട്ടു അവസാനം. It felt as if I was seeing through the eyes of a tacit discord. I think I felt I saw what was as happening if in I the Northwall was Barrens. seeing through the eyes of tactic discord. I think so what was happening in the Northwall Barrens. ആ നോർത്ത് വാൾ ബാരൻസ് നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ഇത് മിന്നി പറഞ്ഞു എൻ്റെ ഒരു വിഷനിലൂടെ. An imposing warrior wielding the power of a Tinglong. The Tinglong is the Midnight Ranger's emblem. It's also the symbol of General Tian, the leader of all Midnight Rangers. ജനറൽ ജിയാൻ ലീഡർ ഓഫ് മിഡ് നൈറ്റ് റേഞ്ചേഴ്സ്. അതാണ് കണ്ടത്. എനിക്ക് മൊത്തത്തിൽ മനസ്സിലാവില്ല എന്തായാലും വിഷയം പെട്ടെന്ന് വന്ന് അത് വന്നപ്പോൾ എനിക്കാണ് ഞാൻ ഒരു ഫൈറ്റിന് ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിച്ചത്. എന്തായാലും നോക്കാം ചാറ്റ്. The front lines are not far from here. General Tian must be there, fighting alongside our soldiers to keep the tacit discords away. ആ ടാക്ടിക് ഡിസ്കോഴ്സിനെ അവിടെ നിന്ന് യുദ്ധം ചെയ്ത് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനറൽ ജിയാൻ എന്നാണ് ഇവള് യാങ് എന്ന് പറഞ്ഞേക്കണം. എനിക്ക് ഇവിടെ നിന്ന് ഒരു കാണാൻ പറ്റി. പക്ഷെ ഞാൻ അവിടെ അടിക്കാറില്ല. അത് മനസ്സിലായില്ലേ? ബട്ട് ഐ നെവർ മെറ്റ് ഹിം. അവനൊരു കണ്ടിട്ടില്ല. പക്ഷെ എന്തോ വരണം ഇങ്ങനെ. Seemed like a coincidence. We arrived near the battlefield right when General Tian was Tactic leading an Discord attack nya- against the tacit discord. ജനറൽ ജിയാൻ ടാക്ടിക് ഡിസ്കോണ്ട് അടിക്കുന്ന ആ സമയത്ത് എനിക്ക് ഒരു വിഷം പോലെ അത് വന്ന് എനിക്കത് പെട്ടെന്ന് കാണാൻ പറ്റി. അത് ലൈവായിട്ടില്ല കാണൂല, അതേപോലെ കാണാൻ പറ്റി.
ഓ എന്തായാലും കുണ്ണാവാൻ ഭയങ്കര കേട്ടല്ലേ, സത്യം പറയല്ലേ. ഓത്ത ഒരുത്തൻ ഭയങ്കര പവറായിരുന്നു. ഹെൽത്ത് പോകില്ലായിരുന്നു, എന്നെ അടിച്ചിടാൻ ഉണ്ടായിരുന്നു പെട്ടെന്ന്. എനിക്കത് വിഷം പോലെ വന്നാണ് കണ്ടത്, മനസ്സിലായില്ലേ. എന്തായാലും നൈസായിരുന്നു. Your vision. It might be what was happening on the battlefield not far away. തൊട്ടടുത്തുള്ള ഏതോ ബാറ്റ് ഫീൽഡിൽ കിട്ടുന്നൊരു വിഷം പോലെ എനിക്ക് കണ്ടതെന്നാണ് ഇവള് പറയണത്. ഇറ്റ്സ് റിയൽ. Battle itself is a clear sign of an anomaly. എന്തോ പ്രശ്നമുണ്ട്, സത്യം പറഞ്ഞ ചേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. The streams from the Norfolk Barrens feel more suffocating than ever. ആ നോർത്ത് ഫാൾ ബാരൻസ് ഉണ്ടല്ല, അവിടത്തെ ആ ഒരിതാണ് ഇവിടെ ഈ പറയണത്. അപ്പം Rover, something on that battlefield must be connected to you. Though we have no idea what it is. or something is battlefield must be connected to you, though we have no idea what it is. ഒരു ശബ്ദം എപ്പോഴും ഉണ്ടാ, there is always a But I voice. didn't hear anything or sense any അവളൊരു frequency. ഫ്രീക്വൻസി പോലെ സെൻസ് ചെയ്തില്ല, പക്ഷെ എനിക്കിത് കേൾക്കാം. അതാണ് ഞാൻ വിഷ്വലിലോട്ട് പെട്ടെന്ന് പോയത്. മേ ബി ഐ ക്യാൻ. Rover? ഞാൻ വിളിക്കുന്നുണ്ട്, റോവറെന്ന് വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ. According to Baija, the leaf showed residual fluctuations of tacit discords. ബൈസി പറഞ്ഞതനുസരിച്ച് ലീവ് ഷോ ചെയ്യുന്നുണ്ട്. ആ ഷോയുടെ ടാക്സിൻ ഡിസ്കോഡിൻ്റെ ആ ഒരു റെസിഡുവൽ ഫിക്ഷൻസ് അവിടെ കാണിച്ചു തരുന്നുണ്ട്. Those fluctuations pointed to a certain set of coordinates. ആ ഒരു കോർഡിനേറ്റ്സിനെ പറ്റിയാണ് പറയണത്. മൊത്തത്തിൽ നല്ല ഇതാണ് ഇവർ കുണ്ണളെ പറ്റി പറഞ്ഞ് വലിയ രീതിയിൽ കഥ പോകണം. ഇത് എങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് പോയാൽ. Asia Village in the Central Plains. ക്യൂച്ചി വില്ലേജ് ഇൻ ദ സെറ്റംസ്. ഓക്കെ ഏതൊരു വില്ലേജിനെ ഇപ്പോൾ കണ്ടാൽ അവർ നോക്കടാ ചേട്ടേ, ഇവൻ വിഷൻസൊക്കെ പറഞ്ഞവൻ ഇടയ്ക്ക് നോക്കാം. As I make myself reflect on my goals and plans, those voices in the streams become clearer, and everything starts to make more sense. As I make myself reflect on my goals and plans, those voices in the streams become clear and everything starts to make more sense. യങ് പറഞ്ഞു. എന്തായാലും നോക്കാം. Rover, perhaps you can give it a try. അവളെ ഒരു ട്രൈയെങ്കിലും ചെയ്ത് നോക്കാനാണ് പറയുന്നത്. കുറച്ച് മുമ്പ് ഒപ്പി അരവിന്ദ്ര ചാറ്റ് കുറച്ച് മുമ്പേ PC-യിൽ GTA 5 കളിച്ച് ഹൈപ്പോടെ വീട്ടിൽ പോയി ഫസ്റ്റ് ടൈം GTA 5 കളിച്ചില്ല. GTA 5-ലെ 3 ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞാണ്ട്രാ. ഓക്കെ 416 മീറ്റർ ഉണ്ട്. ട്രെയിനിങ് ഒന്നും വേണ്ട എനിക്ക്. ടോക്കൺ കിട്ടി. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. കളക്ടറല്ലേ കളക്ടർ.
അവിടെ ഈ ഡേറ്റ ബാങ്ക് ലെവൽ എന്ന് വെച്ചാൽ ഇതെന്താണ് ഇതുവരെ ഉണ്ട്. ചേറിന് ഇത് നല്ല സത്യം പറഞ്ഞ ഗെയിം ഒരുപാട് ടൈം എടുത്താലേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം എടുക്കുന്നതാണിത്. ബാക്ക് പാക്ക് നോക്കട്ടെ. ഇതൊക്കെ പുതുതായിട്ട് കിട്ടിയ വെപ്പൺസ് കാര്യങ്ങളൊക്കെ അതെല്ലാം പിസ്റ്റൾസ് ആയതുകൊണ്ട് യൂസ് ചെയ്യാം. അത് 5 കിട്ടിയിട്ടുണ്ട്. I will be there for everyone as we head toward our shared future, leaving the past ഇവനൊന്ന് behind. അപ്ഡേറ്റ് ചെയ്യാൻ എന്താണ് വഴി? അത് 3 ആയോളൂ, ഒന്നുകൂടെ വേണമെന്ന്. I see my way clear. Another day, another heroic me. Gotcha, didn't I? Why hesitate if you know what you want? I will be there for everyone as we head toward our shared future, leaving the past behind. ഇവിടെ എന്തിരിത്? ഇതെന്തിരി? അതിലെവരപ്പായിട്ടുണ്ട്. ലെവൽ 8. തന്നെ പറ്റുള്ളൂ. കോസ്റ്റ് ലിമിറ്റ് 8 ഓർഡർ, അതാണ് അങ്ങനെ. സീനില്ല. ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നേ. ഇപ്പം പറ്റൂല. നോക്കട്ടെ ചാറ്റ് സംഭവം ഇതെല്ലാം നോക്കട്ടെ. ഒരുപാട് ദൂരെയാണ് പോകാൻ, എന്തായാലും നോക്കാം. എത്തിക്കോളാം. ഇനി ഇവിടെ നിന്ന് അങ്ങ് പോകണം. Wind, guide me. Leave it to me.
ഇനി കുറച്ചുകൂടെ പോയാൽ മതി. This must be the place. ഇതാണ് ആ സ്ഥലം എന്നാണ് ഞാൻ പറഞ്ഞത്. Something ominous from the leaf back there, but I couldn't pinpoint its source. And now, the എത്താറായി ചേട്ടാ, hatred എത്താറായി. is കുറച്ചുകൂടെ so ഉള്ളൂ. strong in this place. I don't even need a concentrated feeling. ഓ എത്തി. ഓക്കെ ഓക്കെ, അതായത് നമുക്ക് നോക്കാം. ശരി, ഇവിടെ ഒരു ഫൈറ്റ് മിക്കവാറും നടത്തേണ്ടി വരും. നോക്കുന്നത് Something terrible must have happened here. We have to be cautious. ഓ ഇതാ കുണ്ണാളർ. ഓ It's a tacit field. Let's take out those tacit discords first. ഞാൻ വിളിച്ചു. Hopefully this helps. ഇവിടെ ഇത് വന്നോണ്ടിരിക്കണ്ട മാതിരി. Hopefully this helps. The end has come. ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നു മനസ്സില. ഓ ഈ ഒരു ടൈം നമ്മൾ പിടിച്ചിരിക്കണോ? അത്ര നേരം അങ്ങനെയാണ് 4 മിനിറ്റ് പിടിച്ചിരിക്കണോ? അതെന്തിന് 4 മിനിറ്റാണ്? എന്തോ നോക്കാം, ഞാൻ നോക്കണം. Leave it to me. ഓ വലിയൊരു Hopefully this helps. എച്ച് പി പറയണ്ടാ, എച്ച് പി പറയണ്ട. Keep it together. Last chance. Bad timing. Moment of resonance. ഓ വീണായേ. The end. ഓ അവൻ വീഴുമ്പോ ഇവള് വരുമല്ലേ? അവ അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ അവനെടുക്കും. ഓ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പറഞ്ഞത്. തീർന്ന ഓക്കെ, സെറ്റാക്കി അവനെ കടിച്ചിട്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പ്യൂരിഫൈ. ഓക്കെ ഓക്കെ, ഒമിനസ് സ്റ്റാർ അൺലോക്ക് ആയിട്ടുണ്ട്. ചാറ്റ് ഒമിനസ് സ്റ്റാർ അൺലോക്ക് ആയിട്ടുണ്ട്. I think we found something, Rover. യാങ് പറഞ്ഞാൽ എന്തോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം ചാറ്റ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. Ritualistic wooden plaques. റിച്വലിസ്റ്റിക് വുഡൻ പ്ലാക്സ് എന്താണെന്ന് നോക്കാം. Why are they here? These plaques are usually placed in ancestral shrines. ആൻസ്ട്രക്കൽ ഷ്രൈൻ അതിലാണ് മെയിനായിട്ട് ഈ ഒരു പ്ലാക്സ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. എന്തായാലും They നോക്കാം. seem to belong to a different time. ഇത് വേറെ ടൈം ലൈനിലുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒന്നും അറിയാൻ I വയ്യ. remember reading about something like this. People held large-scale ancient rituals periodically in their villages, driven by certain beliefs. അവളിതിനെ പറ്റി ഇന്ദ്ര വായിച്ചിട്ടുണ്ട്. അവരെ വില്ലേജിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് അറിയാം. നമുക്ക് അധികം ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ കൂടുതലായിട്ട് അറിയാം. I see. Let's check somewhere else. ബാക്കിയുള്ള ഇടങ്ങൾ പോയി നോക്കാം.
എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ട്. ആ ഉടമ്പളൊക്കെ കിട്ടി. പിന്നെ എങ്ങോട്ട് പോവാം? നമുക്ക് അടുത്ത എന്തെങ്കിലും സംഭവം അവിടെ കിടക്കണം. Watch out. എന്ന് പറഞ്ഞാൽ എന്താ അത് ഞാൻ വായിച്ചു വിടുന്ന എന്തെങ്കിലും പ്രശ്നമാണെന്ന് തോന്നുന്നു. സ്ട്രേഞ്ച് ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട്. ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് എന്തൊരു സാധനം ഉണ്ടോ കേട്ടോ? Something's not right. Why wouldn't it attack us? അത് നമ്മൾ അറ്റാക്ക് അല്ല, അതെന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. Brother. ബ്രദർ എന്നാ അത് വെളിയെടുക്കാം. അതിനെ Brother. Help. ആ സഹായം ചോദിച്ചോണ്ടിരിക്കണം. എന്തായാലും നോക്കാം. ഇപ്പൊ എന്നെ സഹോദരൻ വിളിച്ചോണ്ടിരിക്കുന്നു. ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് സാധനം. It seems to only repeat these lines. This is not a common tacit അത് ആ ഒരു ലൈൻ മാത്രം വീണ്ടും വീണ്ടും തിരിച്ചു പറയണം. എന്തിനാ ഒരു സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. എന്തായാലും നോക്കാം. Tacit discords attack other living beings because they need to feed on those frequencies to make themselves whole again. When frequencies are scattered and recombined, a new tacit discord ടാക്സ് is ആൻഡ് ഡിസ്കൗണ്ട് എൻ്റെ അവർ ജീവിച്ചിരിക്കുന്ന അറ്റാക്ക് ചെയ്യണം. പക്ഷേ അവരുടെ ആ ഫ്രീക്വൻസിന് അവർ ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി അവർ ആ ഫ്രീക്വൻസീസ് വീണ്ടും റീകമ്പൈൻഡ് ആയിട്ട് ആ പുതിയ ടാക്സ് ആൻഡ് ഡിസ്കൗണ്ടുകൾ ജനിക്കും. അതായത് അതിലൊന്നായിരിക്കും ചിലപ്പോൾ ഇതെന്നാണ് ഞാൻ പറയണം. This one probably devoured the frequencies of മനുഷ്യൻ്റെ ഏതായാലും ഫ്രീക്വൻസി എടുത്ത ഒരു വ്യത്യാസമായിട്ടുള്ള ടാക്സ് ആൻഡ് ഡിസ്കൗണ്ട് എന്നാണ് ഞാൻ പറയണം. എനിക്ക് സംശയമുണ്ട് ഇത് മൊത്തത്തിൽ കുണ്ണേനെ കണ്ടിട്ട് അടിക്കാൻ നിൽക്കണ പോലെ ഇല്ല. അതിൽ നോക്കാം. turning the last bits of a human's consciousness into such monotonous mumbles. Are these words the last cries of someone innocent? Who is behind this twisted plot? ആരാണ് എൻ്റെ പിള്ളേന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഏതാ കുണ്ണ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്നൊന്നും അറിയാൻ പറ്റണില്ല.